വരിക്ക. ഓ, ചക്ക വേണോ ചക്ക, പഴുത്ത ചക്ക, പഴുത്ത ചക്ക, ചക്ക വേണോ ചക്ക, പഴുത്ത ചക്ക. നാട്ടിൽ നിന്ന് ചക്ക കിട്ടി. ചക്ക ചക്ക ചക്ക. തേൻവരിക്ക കേട്ടോ, തേൻവരിക്ക. കണ്ട മക്കളെ, തേൻവരിക്ക. കിട്ടാത്തവർക്ക് എന്നോട് ദേഷ്യം തോന്നരുത് പ്ലീസ്. കാരണം നമുക്കിത് കിട്ടാത്ത സാധനമാണ്. സൂപ്പർ ചക്ക, വരിക്കച്ചക്ക. ഇനി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാല്. അന്നത്തോടെ ചക്ക കിട്ടില്ല തീർന്നു വിചാരിച്ചേ. പക്ഷെ ഭാഗ്യത്തിന് നാട്ടിൽ നിന്ന് ചക്ക എത്തി. അപ്പൊ ചക്കയാണ് നമ്മളുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഫ്രൂട്ട്, അതായത് ഒഫീഷ്യൽ ഫ്രൂട്ട്. ഇനി അറിയാത്തവർ നീ അറിഞ്ഞോ, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഫ്രൂട്ടായിട്ട് ചക്കയെ തിരഞ്ഞെടുത്ത വിവരം ഞാൻ നിങ്ങളെ അറിയിക്കോളുന്നു. ഞാൻ അറിഞ്ഞത് ഈ അടുത്താണ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ചിലതൊക്കെ ഇതേ മുളച്ചിട്ടുണ്ട്. അതായത് സമയം കഴിഞ്ഞ് പറിച്ചുകൊണ്ടായിരിക്കാം. ചിലവന്മാരൊക്കെ ഇതേ മൂത്തൊക്കെ നിൽക്കുകയാണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല തേൻ വലിക്കണം. സോറി, നല്ല തേൻ ചക്ക, തേൻ വരിക്കാം. ഓ, സാധാരണ പറയും മഴ പെയ്താൽ വെള്ളം കയറും, മധുരം കുറയുന്നൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല. അതിനുള്ള തേൻ ഉണ്ടോ നോക്കട്ടെ. തേൻ വരിക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കണ്ടാ കണ്ടോ, പോണുണ്ടോ? തേനുണ്ട്. തേൻ, ഇതാണ് തേൻ വരിക്ക. ഇതാണ് തേൻ വരിക്ക.